ഇപ്പോഴത്തെ മറ്റൊരു ബ്രേക്കിംഗ് ന്യൂസ് വരികയാണ്. PV അൻവർ MLA ഉയർത്തിയ ആരോപണങ്ങളിൽ പ്രതിസ്ഥാനത്തായ പത്തനംതിട്ട SP സുജിത് ദാസിനെ സ്ഥലം മാറ്റിയിരിക്കുന്നു. പോലീസ് സ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ശ്രീജിത്ത് നൽകും വിവരങ്ങൾ. ശ്രീജിത്ത്, ADGP MR അജിത് കുമാറിനെതിരെ മാത്രമല്ല ഇപ്പോൾ സുജിത് ദാസിനെതിരെയും നടപടിയില്ല എന്ന് വ്യക്തമാവുകയാണ്. ഇപ്പോൾ നിലവിൽ പോലീസ് ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യാൻ മാത്രമാണ് ഉത്തരവിട്ടിരിക്കുന്നത്. വിനിത, MR അജിത് കുമാറിനെ തസ്തികയിൽ നിലനിർത്തുന്ന കാര്യത്തിൽ അവ്യക്തത തുടരുമ്പോൾ തന്നെ അജിത് കുമാറിനൊപ്പം ആരോപണ വിധേയനായ അല്ലെങ്കിൽ PV അൻവർ പുറത്തുവിട്ട ടെലിഫോൺ റെക്കോർഡ് ഓഡിയോ ക്ലിപ്പിൽ പരാമർശിക്കുന്ന സുജിത് ദാസ്, അദ്ദേഹത്തോട് സംസാരിക്കുന്ന സുജിത് ദാസിനെ കാര്യമായ സസ്പെൻഷൻ പോലുള്ള ഗുരുതരമായ നടപടികളില്ല. ഇപ്പോൾ എടുത്തിരിക്കുന്നത് അദ്ദേഹത്തെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റുക മാത്രമാണ് ചെയ്തത്. ഇവിടെ നിന്ന് VG വിനോദ് കുമാർ എന്ന ആളെയാണ് പുതിയ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായി നിയമിച്ചിരിക്കുന്നത്. ഇത് ആരോപണ വിധേയനായ സുജിത് ദാസിനോട് അടിയന്തരമായി സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യാനാണ് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിന് മുമ്പാണ് പുറത്തിറങ്ങിയത്. എന്തായാലും അജിത് കുമാറിനെതിരായ മാറ്റുന്ന നടപടിയും വൈകാതെ രാത്രി വൈകി തന്നെ പുറത്തിറങ്ങിക്കും എന്ന സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അതായത് ശ്രീജിത്ത്, സസ്പെൻഷൻ ഉൾപ്പെടെ, അതായത് ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച PV അൻവർ MLAയുമായുള്ള ഫോൺ സംഭാഷണത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ, സഹപ്രവർത്തകർക്കെതിരെയൊക്കെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ച സുജിത് ദാസിനെ, ഗുരുതരമായ നാണക്കേടുണ്ടാക്കിയ സുജിത് ദാസിനും സസ്പെൻഷൻ ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സ്ഥലം മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹത്തെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി സ്ഥാനത്തുനിന്ന് മാറ്റിയിരിക്കുകയാണ്. 3 ദിവസത്തെ അവധിയിൽ പ്രവേശിച്ച സുജിത് ദാസിന്റെ അവധി ഇന്ന് അവസാനിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവ് വന്നിരിക്കുന്നത്. അതായത് ഈ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെയൊക്കെ സംരക്ഷിക്കുകയാണോ സർക്കാർ എന്ന് തോന്നുകയാണ്. അന്വേഷണ വിധേയമായി പോലും മാറ്റി നിർത്താൻ തയ്യാറാകുന്നില്ല എന്നതാണ്. സുജിത് ദാസിനോട് പോലീസ് ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യാൻ ഉള്ള ഉത്തരവ് നൽകിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തിനെ തൽക്കാലം മാറ്റി നിർത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പുതിയ പോസ്റ്റിംഗ് ഈ ഉത്തരവിൽ നൽകിയിട്ടില്ല. അദ്ദേഹത്തിന് പുതിയ പോസ്റ്റിംഗ് നൽകാത്തിടത്തോളം പദവിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയാണ് സർക്കാരിന്റെ നടപടിക്രമങ്ങളും രീതികളും വെച്ച് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. എന്നാൽ അജിത് കുമാറിന്റെ കാര്യം ഇതല്ല. അജിത് കുമാറിനെ ഇപ്പോഴും മാറ്റിയതായിട്ടുള്ള ഉത്തരവ് ഇനിയും വന്നിട്ടില്ല. ഒരുപക്ഷെ രാത്രി വൈകി ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറങ്ങാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. എങ്കിൽ പോലും ഇതുവരെ അജിത് കുമാറിനെ മാറ്റിക്കൊണ്ടുള്ള തീരുമാനമില്ല. എന്നാൽ സുജിത് ദാസിനെ, അതായത് അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല, സേനയ്ക്ക് മാത്രമല്ല, സംസ്ഥാനത്തെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കും നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഫോൺ സംഭാഷണമാണ് നിലമ്പൂർ MLA PV അൻവറുമായി നടത്തിയത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരായ പരാതി പിൻവലിക്കാൻ ഈ MLAയുടെ കാല് പിടിക്കാം എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല DGP റാങ്ക് വരെ എത്താൻ സാധ്യതയുള്ള ആളാണ്. അതുകൊണ്ട് ജീവിതാവസാനം വരെ കടപ്പെട്ടിരിക്കും എന്ന തരത്തിൽ വളരെ വിലാപം നടത്തുന്നത് പോലെയാണ് അദ്ദേഹം MLAയോട് കേണപേക്ഷിക്കുന്നത്. ഇത്തരത്തിൽ നാണക്കേടുണ്ടാക്കിയ, സേനയ്ക്ക് ആകെ നാണക്കേടുണ്ടാക്കിയ, സേനയുടെ മൊത്തം ആത്മീയതയും കടത്തുന്ന ഒരു സമീപനം സ്വീകരിച്ച ഒരു IPS ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ ഫോൺ സംഭാഷണത്തിൽ പ്രൊമോട്ടഡ് SP-മാരെ, അതായത് IPS കൺഫർ ചെയ്തു വരുന്ന ഉദ്യോഗസ്ഥരെ പരിഹസിക്കുന്നുണ്ട്. എന്നാൽ ഡയറക്റ്റ് IPS-ലൂടെ വന്ന ആൾ എത്രമാത്രം നാണം കെട്ട തരത്തിലാണ് MLAയുടെ കാല് പിടിക്കാൻ ശ്രമിക്കുന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാണ്. ഇത്തരത്തിൽ നാണക്കേടുണ്ടാക്കിയ ഉദ്യോഗസ്ഥനെ എങ്ങനെയാണ് സേനയിലെ നിർണായകമായ ഒരു തസ്തികയിൽ നിർത്തുക എന്നതുകൊണ്ടാണ് സർക്കാർ അവിടെ നിന്ന് മാറ്റിയത്. എങ്കിൽ പോലും ഇതിന് മാതൃകാപരമായ നടപടിയില്ല എന്നതാണ് പ്രശ്നം. എന്നാൽ IPS ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ അതിന് ഉപോത്ബലകമായ തെളിവുകളും റിപ്പോർട്ടുകളും മറ്റും വേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ അന്വേഷണം പൂർത്തീകരിക്കുന്നതോടെ അത്തരം നടപടികളിലേക്ക് സർക്കാർ കടക്കുമെന്ന് വേണമെങ്കിൽ കരുതാം. ശരി, ഇപ്പോൾ പത്തനംതിട്ട SP സുജിത് ദാസിനെ മാറ്റിയിരിക്കുകയാണ്. പോലീസ് ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്.